നമസ്കാരം. ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഐശ്വര്യഭവനത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ ചന്ദ്രബോസ് ആണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത് ഫെങ്ഷുയെ പറ്റിയിട്ടാണ്. സാർ, ഈ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഐശ്വര്യഭവനത്തിൻ്റെ പ്രേക്ഷകർക്ക് പുതിയ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് 2015 നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. കടന്നു കഴിഞ്ഞ് നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഇതനുസരിച്ച് ഐശ്വര്യഭവനത്തിന്റെ ആദ്യത്തേതാണ് എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും 2015 ഫെബ്രുവരി 4-നാണ് നമ്മുടെ ന്യൂ ഇയർ തുടങ്ങുന്നത്. ചൈനീസ് ലൂണാർ കലണ്ടർ പ്രകാരം ന്യൂ ഇയർ തുടങ്ങുന്നത്. അപ്പം 4-ാം തീയതി 19-ാം തീയതി തുടങ്ങുന്നത് അടുത്ത 2016-19 വരെ നിൽക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചത് ഒരു ഹോഴ്സിന്റെ ചിത്രമാണ്. ഹോഴ്സ് ഇയർ ആയിരുന്നു. ഇപ്പൊ വരാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു പുതു വർഷമാണ് വരാൻ പോകുന്നത്. ആ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഷീപ്പ് ഇയർ. ഈ ഷീപ്പ് ഇയർ ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഹോഴ്സ് ഇയർ മാറിയിട്ട് ഇപ്പൊ ഷീപ്പ് ഇയർ വരാൻ പോകുന്നത്. അതിന്റെ ദിശ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നത് സൗത്തിലായിരുന്നു വന്നിരുന്നത്. ഈ പ്രാവശ്യം സൗത്തിൽ നിന്നിട്ട് കറക്റ്റായിട്ട് അത് നീങ്ങി പോകുന്നത് സൗത്ത് വെസ്റ്റ് 1-ലോട്ട് പോവുകയാണ്. സൗത്ത് വെസ്റ്റ് 1-ലോട്ടാണ് ഇതിന്റെ സ്ഥാനം. അതിനെപ്പറ്റി നമുക്ക് പിന്നാലെ പറഞ്ഞു വരാം. എന്തായിരുന്നാലും ഈ വരാൻ പോകുന്ന വർഷം സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ വളരെ ഒരു നല്ല വർഷമായിരിക്കും. കാരണം വെച്ചാൽ ആടെന്ന് പറയുന്നത് സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന സൗന്ദര്യ ജീവിയാണ്, സമാധാനിയാണ്. ഒരുപാട് പേര് അതിനെ ബഹുമാനിക്കുകയും ചെയ്യും. അതും വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യും. ഒരു വെപ്രാളമായിട്ടുള്ള ജീവിയല്ല, എങ്കിലും ചെറിയൊരു ടെൻഷൻ മാത്രം ഉണ്ടാകും. മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടുത്തേക്ക് ആ ഒരു സ്നേഹത്തിൻ്റെതായ ഒരു ടെൻഷൻ മാത്രമുള്ള ജീവിയാണ്. ഒരുപാട് ഈ ആടെന്ന് പറയുമ്പോൾ ഷീപ്പാണ്, ചെമ്മരിയാട്. ഷീപ്പ് ആനിമലായിട്ട് വരുന്ന വ്യക്തികൾക്കെല്ലാം ആമുഖമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. വ്യക്തികൾക്കെല്ലാം ഈ വർഷം എല്ലാ തടസ്സങ്ങളും മാറി നല്ല ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും. പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന വർഷം വളരെയധികം എല്ലാവർക്കും നല്ലതാണ്. അതിൻ്റെ കൂടുതലായിട്ട് കാര്യങ്ങളിലൊക്കെ നമുക്ക് പിന്നാലെ കിടക്കാം. എല്ലാവർക്കും താമസിച്ചു പോയി 2 പ്രാവശ്യം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ തന്നെ എല്ലാവർക്കും ഐശ്വര്യഭവനത്തിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധി സമാധാനവും രോഗവിമുക്തമായിട്ടുള്ള ഒരു വർഷവും ഒക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രകൃതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല നന്മകളെ നേർന്നുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. സാർ പറഞ്ഞപ്പം ചൈനീസ് കലണ്ടർ പ്രകാരം ഫെബ്രുവരി മുതലാണ് മാറുന്നത്. അതായത് ഫെബ്രുവരി ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ഫെബ്രുവരി തുടങ്ങുമ്പോഴത്തേക്ക് ചൈനീസ് ലൂണാർ കലണ്ടറിന്റെ തുടക്കം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പൊ വരാൻ പോകുന്നത് ഫെബ്രുവരി 4-ാം തീയതി നമ്മൾ അങ്ങോട്ട് തുടങ്ങിയാൽ ഫെബ്രുവരി 4, 19 അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്ന 2016 ഫെബ്രുവരി 19-ാം തീയതി വരെ ഇതിന്റെ ഷീപ്പ് ഇയർ ആണ്. കാരണം എന്ന് വെച്ചാൽ ചൈനീസ് ജ്യോതിഷപ്രകാരം 360 ഡിഗ്രിയുള്ള ഒരു രാശി ചക്രത്തിൽ ഓരോ മൃഗത്തിലും ഓരോ 15 ഡിഗ്രി വീതം മാറ്റി വെച്ചിരിക്കുന്നു. അത് 12 ആനിമൽസ് ആണുള്ളത്. റാറ്റിൽ തുടങ്ങി, അത് എരിയിൽ തുടങ്ങി ആൺപന്നിയിൽ അവസാനിക്കുന്ന 12 മൃഗങ്ങൾ അവരുടെ ഇത് പ്രകാരം. അപ്പം നമുക്ക് രാശികളുണ്ട്, നമുക്ക് ഓരോരുത്തർക്ക് ആനിമൽസ് എല്ലാം ഉണ്ടെന്ന് നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിലുണ്ട്. അതിന്റെ വേറൊരു വശമാണിത്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വർഷത്തെ ഇയർ ഓഫ് ദ സ്റ്റാർ നമ്മുടെ ഷീപ്പാണ്. സമാധാനിയാണ്, സന്തോഷവാനാണ്, എല്ലാം കൊണ്ടും ഭാഗ്യമായിട്ടുള്ള ഒരു കോൾ എടുത്തിട്ട് ആദ്യത്തെ കോളാണ് എടുത്തിട്ട് ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ മാഡം, പേര് പറയൂ. എന്റെ പേര് വത്സ, ഞാൻ പറവൂരിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാറോട് സംസാരിച്ചോളൂ. പറയൂ. സാർ പറയണം. എനിക്കൊരു അക്കോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സംശയം കൊണ്ട് വിളിക്കുന്നതാണ്. വടക്കോട്ടാണ് വീടിന്റെ ദർശനം. ഏത് സൈഡില് സെറ്റ് ഔട്ട് വരുന്നത് വടക്ക് വശമാണ്. അക്കോറിയം അപ്പൊ ഏത് സൈഡില് സെറ്റ് ചെയ്യാൻ പറ്റുന്നു അറിയാനാണ്. അതായത് വടക്ക് വശത്ത് അക്വേറിയം വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വർഷമാണിത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ചൈനീസ് ലോഷുവിൽ 8 വരുന്ന ലക്കി നമ്പർ, ചൈനീസിന്റെ ലക്കി നമ്പർ 8 ആണ്. ആ 8 വരുന്നത് ഈ വർഷം വരുന്നത് ഈ ഫെബ്രുവരി വർഷം വരുന്നത് നോർത്തിലാണ്. നോർത്തിന് കൂടുതൽ കടും നീല നിറത്തിലുള്ള പെയിന്റ് കൊടുക്കുകയോ മൂവിംഗ് വാട്ടർ വയ്ക്കുകയോ അക്വേറിയം ഒക്കെ വയ്ക്കുന്നത് ബിസിനസ്സിനും തൊഴിൽ അഭിവൃദ്ധിക്ക് ഏറ്റവും അധികം നല്ലതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരിയായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും തന്നെ വടക്ക് വശത്ത് വയ്ക്കാം. എല്ലാ നന്മകളും ഐശ്വര്യവും സമ്പത്ത് സമൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവും. നോർത്തിലാണ് വെക്കേണ്ടത്. നോർത്ത് എന്ന് പറയുന്ന വടക്കാണ്, അവിടെയാണ് വെക്കേണ്ടത്. വടക്കുവശം. ഓക്കെ മാഡം, ഓക്കെ താങ്ക്സ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഷീപ്പിന്റെ വർഷം. അപ്പൊ ഈ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലോഷുവില് 9 നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി, ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ പറക്കുന്ന നക്ഷത്രങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന രാശി ചക്രം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ വർഷവും. അപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നത് വരെ ഹോഴ്സ് ഇയറിലാണ്.
കുതിരയുടെ വർഷത്തിലാണ് ഇപ്പോഴും വരെ ഇരിക്കുന്നത്. അപ്പോൾ ആ കുതിരയ്ക്ക് വളരെയധികം ശക്തി കൊടുത്തുകൊണ്ട് സൗത്തിന് നല്ല ചുവന്ന നിറം കൊടുത്തുകൊണ്ട് കുതിരകളെ വെച്ചുകൊണ്ട് റെഡ് ലൈറ്റ് ഇട്ടുകൊണ്ട് ഇല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റുകൾ ഇട്ടുകൊണ്ടൊക്കെ വളരെയധികം നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അത് മാറിയിട്ട് ആ 5L എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു നല്ല ഒരു കോർണർ മാറി സൗത്ത് മാറി ഇത് നേരെ സൗത്ത് വെസ്റ്റിലോട്ട് ഇങ്ങനെ ചക്രം ഇങ്ങനെ രാശിചക്രം ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോൾ അവിടുത്തെ ആനിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് സൗത്ത് വെസ്റ്റാണ് ഷീപ്പിൻ്റെ സ്ഥാനം, സൗത്ത് വെസ്റ്റ് 1. അപ്പോൾ ആ സ്ഥാനത്തോട്ട് ഇപ്പോൾ കുതിര മാറിയതിന് ശേഷം കുതിരയുടെ വർഷത്തിനേക്കാളും ഷീപ്പ് ഇയറായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അത് സൗത്ത് വെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഷീപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് 1ലാണ്. അപ്പോൾ വീടിൻ്റെ ഹാളിൻ്റെ സൗത്ത് വെസ്റ്റ് 1ലായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ചിത്രം, ഈ ഷീപ്പിന്റെ ഈ ചിത്രം സൗത്ത് വെസ്റ്റ് 1ലായിട്ട് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് വളരെയധികം സമാധാനവും സന്തോഷവും ഐശ്വര്യവും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നതിനും മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർഷമാണ് ഈ വരുന്നത്. അപ്പോൾ എങ്കിൽ തന്നെയും ഷീപ്പ് ഇയർ, അപ്പോൾ ഓരോരുത്തരും ജനിച്ച വർഷത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ ആനിമലാണ്. ഈ ആനിമൽ എന്ന് പറയുമ്പോൾ ഷീപ്പ് ഇയറിൽ ജനിച്ചവർക്ക് സർവ്വവിധത്തിലുള്ള തടസ്സങ്ങൾ മാറിപ്പോയി നല്ല സംഭവങ്ങൾ ഉണ്ടാവാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഫെബ്രുവരി 4 വരാൻ പോകുന്നത്. എങ്കിലും ഇതിനകത്ത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നെഗറ്റീവായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വടക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞു, കുഴിക്കാൻ പാടില്ല, തീയിടാൻ പാടില്ല, കിച്ചൺ വരാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വടക്ക് വശത്തായിട്ട് വരാൻ പാടില്ലെന്ന്. പക്ഷേ ഈ പ്രാവശ്യം ഈ 5L വരുന്നത് നേരെ തിരിച്ച് വടക്ക് പടിഞ്ഞാറെന്ന് പടിഞ്ഞാറോട്ട് പോവുകയാണ്. അപ്പോൾ പടിഞ്ഞാറെന്ന് പറയുന്നത് ഈ വർഷം കുട്ടികളുടെ സ്ഥാനമാണ്. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ആരെങ്കിലും ബെഡ്റൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വർഷം അത്രത്തോളം നല്ലതാവില്ല. എന്ന് വെച്ചാൽ ഓരോ വർഷവും ചൈനീസ്, നമ്മൾ ആദ്യമേ പറഞ്ഞാണ് ഭാരതീയ വാസ്തുവും ചൈനീസ് വാസ്തുവും കൂടെ ഇടകലർത്തിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് തന്നെ ബോസ് ഫെങ്ഷുയി എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ ഫെങ്ഷുയി എന്നുള്ള പേര് ബോസ് ഫെങ്ഷുയിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പടിഞ്ഞാറ് വശത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷം ചെയ്യാൻ പാടില്ലാത്തത് വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് വശത്ത് യാതൊരു കാരണവശാലും പുതിയതായിട്ട്, അതായത് ഈ ഫെബ്രുവരി 4 മുമ്പായിട്ട് ചെയ്തു തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് മുമ്പായിട്ട് മറ്റ് പണികളൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും പടിഞ്ഞാറ് വശത്ത് ചെയ്യുന്നത് നല്ലതല്ല. ഒരു കോളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ 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 മാഡം പേര് പറയൂ, പേര് പറയൂ. എവിടെ സ്ഥലം എവിടുന്നാണ് വിളിക്കുന്നത്? ഊരമ്പ്. ഓക്കെ ഓക്കെ സാർ സംസാരിച്ചോളൂ. സാർ നമ്മളെ വീട് വെച്ചിട്ട് 9 വർഷമായി, പൂർത്തിയായില്ല. ഈ ഊരമ്പ് എന്ന് പറയുന്നത് ബാലരാമപുരത്താണോ? ഇല്ല പാറശാല. പാറശാല. ഞാൻ ഇന്നലെ പോയിരുന്നു പാറശാലയില്. പറയണം. വീട് വെച്ചിട്ട് 9 വർഷമായി. പഴയ വീട് റോഡിന്റെ സമനിരപ്പായിരുന്നു. അതിന് വീട് പൊളിച്ചിട്ട് ഇപ്പൊ വെച്ച വീടാണെങ്കിൽ ഒരുപാട് 2 ആൾ പൊക്കം കുഴിച്ചാണ് വെച്ചത്. ആശാരി അങ്ങനെയാണ് പറഞ്ഞത്, 2 ആൾ പൊക്കം കുഴിച്ച് വീട് വെക്കാൻ 2 നിലയാണ്. അപ്പൊ ഒരു നില റോഡിന്റെ താഴെയാണ്, ഒരു നില റോഡിന്റെ സമനിരപ്പ് മുകളില്. അപ്പൊ വീട് വെച്ചിട്ട് 9 വർഷം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഒരു കരകയറ്റവും ഇല്ല അല്ലേ? നമ്മുടെ ബാലരാമപുരം ഭാഷയിൽ പറയപ്പോഴത്തേക്ക് ഒരു എഴുമ്പേറ്റവും ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനെയുണ്ട്. മൊത്തത്തിൽ തേച്ച് മുകളിലുള്ള മോഡൽ ഓടും വെച്ച് ബാക്കി പണിയൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ കിടക്കുകയാണ്. എന്തായിരിക്കും അങ്ങനെ ഇത് വരാൻ കാരണം? ആശാരിയെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയി അവിടെ. അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയി. അദ്ദേഹത്തിന്റെ അറിവുകൾക്ക് എന്തോ ഒരു കോട്ടം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും രാജവീതിയിൽ നിന്ന്, രാജവീതി എന്ന് പറയുന്ന പ്രധാന റോഡ്, നമുക്ക് വീടിന്റെ മുമ്പിൽ കിടക്കുന്ന റോഡിനാണ് രാജവീതി എന്ന് പറയുന്നത്, അതിൽ നിന്ന് കുഴിഞ്ഞ സ്ഥലത്തോട്ട് വീടിരിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ യാതൊരു വിധമായ ഉയർച്ചയും ഉണ്ടാവില്ല. അപ്പൊ അതിന് ആശാരി പറഞ്ഞത് ഇനി 2ാമത്തെ നിലയുടെ മുകളില് ഒരു നിലയോടെ വെച്ച വീടിന് നല്ല വാഴുകയായിരിക്കും പറഞ്ഞത്. റോഡ് കയ്യില് പ്രത്യേകിച്ച് ഒരു കല്ലറുണ്ട്. ആ കല്ലറ അങ്ങനെ വന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കല്ലറ എവിടെ നിൽക്കുന്നത്? കല്ലറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കയറി വരണതിന്റെ മെയിൻ റോഡിൽ നിന്ന് കയറി വരണതിന്റെ അടുത്ത് പ്രത്യേകിച്ച് മതില് കെട്ടി മാറ്റി വിട്ടിട്ടുണ്ട് കല്ലറ, വീടിന് ബാധിക്കാതിരിക്കാനായിട്ട്. അപ്പം കല്ലറയിലെ ഇതുകൊണ്ട് ഫ്രണ്ടിലാണ്, ഏറ്റവും ഫ്രണ്ടില്. കല്ലറയിലെ ഇതുകൊണ്ട് വല്ല തടസ്സമുണ്ടോ? ആ കല്ലറയിൽ വല്ല പൂജകളോ വിളക്ക് കൊളുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മള് ക്രിസ്ത്യനാണ്. അപ്പൊ കല്ലറ വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? എന്താ വെച്ചിരിക്കുന്നത്? അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? ഇല്ല, അത് നമ്മളല്ലാതെ അല്ല, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളതാണ് അവര്, അച്ഛന്റെ അമ്മേര്. അത് ശരി. എന്തായിരുന്നാലും
അതിനെപ്പറ്റി എങ്ങനെ പറയും, വിശ്വാസങ്ങളിലോട്ട് കൈകടത്തിയിട്ട് നിങ്ങളെ ഭയപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അത് നമുക്ക് നേരിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റുള്ളവർക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് അത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരു ആവശ്യമില്ലാത്ത ഒരു എന്താ പറയുന്നത്, ഒരു അകാരണമായ ഭയം നിങ്ങളുടെ മനസ്സിലോട്ട് ഉണ്ടാക്കി തരാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. സാറിനെ വിളിച്ചാൽ മതി. സാർ നമ്പർ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അത് നമ്മളിതിൽ നമ്മുടെ പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ല. അപ്പം മറ്റുള്ളവർ ഒരു കാരണവശാലും ഭയമില്ലാതെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നവരും അവരുടെയൊക്കെ വീടിന് മുമ്പ് ചിലപ്പോൾ കല്ലറുകൾ കാണാം. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്ക് ക്ഷേത്രങ്ങൾ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു ഭയം അവരുടെ മനസ്സിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വിശ്വാസമായിരുന്നാലും അന്ധവിശ്വാസമായിരുന്നാലും നമ്മൾ ഇരുന്നിട്ട് ACBയിലൂടെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അതൊക്കെ പേഴ്സണലായിട്ട് അവരെ കാണപ്പെടുത്തേക്ക് നേരിട്ട് നമ്മൾ അവരുടെ വീടൊക്കെ പറ്റി പോയി കാണപ്പെടുത്തേക്ക് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ വെറുതെ കുട്ടികളും മറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനകത്തോട്ട് നമ്മളൊരു അകാരണമായൊരു ഭയം ഉണ്ടാക്കി കൊടുക്കുക. നമുക്കത് ഷീപ്പിന്റെ അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് പടിഞ്ഞാറ് വശത്തായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അഥവാ പടിഞ്ഞാറ് വശത്തായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഫെങ്ഷുയിലെ ഏറ്റവും വലിയ റെമഡിയായിട്ട് ഇതാരും ഉപയോഗിക്കാറേ ഇല്ല ഈ സംഭവം. ഇതെന്താണ് സാർ ആക്ച്വലി? ഇതാണ് 5 എലമെന്റ് എന്ന് പറയുന്നത്. 5 എലമെന്റ് ആണല്ലോ ഫെങ്ഷുയുടെ നിലനിൽപ്പ് തന്നെ. ഫെങ്ഷുയല്ല, ശരിക്കും പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു എലമെന്റ് ആണിത്. എർത്ത്, ഫയർ, വുഡ്, അങ്ങനെയുള്ള 5 മൂലങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പടിഞ്ഞാറ് വശത്തായിട്ട് ഈ സംഭവം ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്നു. നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയ ശേഷം ഇതിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചില സംഭവങ്ങളുണ്ട്. ആ കോയിനാണ്, 6 കോയിനാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിടും. അതിൻ്റെ മുകളിലായിട്ട് ക്രിസ്റ്റൽ. ഈ ക്രിസ്റ്റൽ വെച്ചിട്ട് ശരിക്കും ഇതിനെങ്കിലും അടയ്ക്കും. അടച്ചതിന് ശേഷം, അപ്പോൾ ഈ 5 എലമെന്റിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണത്. അടച്ചതിന് ശേഷം ശരിക്കും ഇതിനെ ഒരു ഹീലിംഗ് രീതി കണക്കും ഒരു പോസിറ്റീവ് എനർജി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് മാത്രം ഊർജ്ജവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഊർജ്ജവൽക്കരണം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പടിഞ്ഞാറ് വശത്ത് എവിടെയാണോ ഉള്ളത് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട്ടിലുള്ള മൊത്തത്തിലുള്ള ഒരു ഒറ്റമൂലി എന്ന നിലയിൽ ഇത് പ്രവർത്തിക്കും. യാതൊരു സംശയമൊന്നുമില്ല. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആറ്റെങ്കിലും വന്നാൽ മതി. ഈ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും വലിയ വിലയാവും ഇല്ല. ഇതിന് മാത്രമാണ് വില ഉള്ളത്. ഇതിന് വന്നിട്ട് 1300 രൂപ. 1300 ഇതിന് മാത്രം. ബാക്കിയെല്ലാം വളരെയധികം നമ്മൾ കാണിച്ച ചിത്രത്തിന് ആവപ്പാടെ വരുന്നത് 100 രൂപയാണ്. ഷീപ്പിൻ്റെത് 100 രൂപയാണ് വരുന്നത്. അത് കണക്ക് ഓരോ സാധനങ്ങളുണ്ട്, ഓരോ റെമഡി ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ വർഷത്തെ റെമഡി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിത് വരുന്നത്, ഈ എലമെന്റ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ഈ വശത്തെ ഒന്ന് കുഴിക്കാനോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ 3 സ്ഥലം. അതെ, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് പടിഞ്ഞാറിനാണ്. പടിഞ്ഞാറ് ഒരു കാരണവശാലും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വെറുതെ വിട്ടേക്കുക. പടിഞ്ഞാറ് വശം വെറുതെ കാലിയാക്കി വിട്ടിരുന്നാൽ തന്നെ യാതൊരു കുഴപ്പമില്ല. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വർഷം വരാമെന്ന് ഫെങ്ഷുയിലുള്ള വിശ്വാസം പറയുന്നു. അപ്പോൾ ആ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വീടിൻ്റെ കിച്ചണൊക്കെ ഈ വർഷം ഏറ്റവും നല്ലപോലെ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കളറിനാണ് ഈ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വരുന്ന ഈ നമ്പർ 8 ഉണ്ട്. 8ാം നമ്പർ എന്ന് പറയുന്ന ഫെങ്ഷുയിലെ ഏറ്റവും നല്ലൊരു ലക്കി നമ്പറാണ്. 8ാണ്. അപ്പോൾ ആ 8 വരുന്നത് ഈ വർഷം വരുന്നത് ശരിക്കും നോർത്തിലാണ് വരുന്നത്. അപ്പോൾ ബിസിനസ് വളരെയധികം അഭിവൃദ്ധിപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ 8 എവിടെ വന്നിരുന്നാലും അവിടെ മൂവിംഗ് വാട്ടർ വേണമെന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളോട് വെയിറ്റ് ചെയ്യാം. സ്വാഗതം. ഹലോ സാർ, ഞാൻ വീട്ടുകാരാണ്. ഓക്കെ സാർ, സംസാരിച്ചോളൂ. പറയൂ. ഞാൻ ഒരു പഴയ വീട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടെറസാണ്. ഫ്രണ്ടിൽ ഒരു മുറി കടയും, പിന്നെ ഒരു ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, പിന്നെ ബാക്കിലൊരു റൂമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ബാക്കിലെ റൂം ഉണ്ടായിരുന്നു. അപ്പൊ ആ ബാക്കിലെ റൂം ഞാൻ പൊളിച്ചിട്ട് ഇപ്പൊ 2 റൂം എക്സ്റ്റൻഷൻ എടുത്തിരിക്കുകയാണ്. അത് എടുത്തിരിക്കുന്നത് ബെഡ്റൂം കന്നിമൂല ഭാഗത്താണ് ബെഡ്റൂം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു എഞ്ചിനീയറെ വിളിച്ച് കാണിച്ചാണ് ഞാൻ കുറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ അത്
ഇടതുഭാഗത്തായിട്ട് പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്, ചിക്കൻ. പിന്നെ ഒരു ബാത്റൂമിന്റെ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അപ്പൊ എനിക്ക് ഈ പഴയ വീടിന്റെ കൂടെ അത് ജോയിൻ ചെയ്യുന്നു. എന്തെങ്കിലും ഇപ്പൊ അതല്ല കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ വെച്ച് താമസിച്ചതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ? എനിക്ക് ഈ പഴയ വീട്ടില് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സാർ. കാരണം പഴയ വീട്ടില് ഈ റോഡിൽ നിന്നും വലിയ പൊക്കമില്ല. ഈ റോഡിന്റെ സമതലത്തിനാണ് തോണ്ടിയിട്ട് ഞാൻ ബേസ്മെന്റ് കെട്ടി വീട് വെച്ചത്. അപ്പൊ എനിക്ക് വരുമാനങ്ങൾ വരണമെങ്കിൽ അത് കയ്യിൽ തങ്ങുന്നില്ല. അപ്പൊ വീട് എങ്ങോട്ട് നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ വീട്? വീട് നോക്ക് പടിഞ്ഞാറ് സൈഡിലാണ്. അല്ല, വീടിന്റെ മുഖം എങ്ങോട്ട് നോക്കി നിൽക്കുന്നു? പടിഞ്ഞാറോട്ടാണോ, കിഴക്കോട്ടാണോ, തെക്കോട്ടാണോ, വടക്കോട്ടാണോ? വടക്കോട്ടാണ് ഇപ്പൊ മുഖം നിൽക്കുന്നത്. അപ്പൊ വടക്കോട്ടാണെന്നുണ്ടെങ്കിൽ തെക്കുവശം താഴ്ന്നു കിടക്കല്ലേ? അതെ അതെ. അപ്പൊ തെക്കും പടിഞ്ഞാറും താഴ്ന്ന വീടല്ലേ നിങ്ങളുടേത്? തെക്ക് പടിഞ്ഞാറ് അതെ താഴ്ന്ന വന്നത്. അപ്പൊ സാമ്പത്തികമായിട്ട് അധിക ചെലവുണ്ടാവാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. അതായത് സാമ്പത്തികമായിട്ട് അധിക ചെലവുകളും വരവിലധികം ചെലവ് ഉണ്ടാവാനുള്ള കാരണവും അതാണ്. അതിനല്ലേ ഫെങ്ഷുയി, അതിനല്ലേ നിങ്ങൾ എന്നെ വിളിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിൽ വരുന്നു, കാണുന്നു, പാറശാലയിലും മറ്റു നെയ്യാറ്റിങ്കലിലും ബാലരാമപുരത്തും ദിവസവും വന്നുകൊണ്ടിരിക്കുകയില്ല. നിങ്ങൾ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ വന്ന് നേരിട്ട് വീട് കണ്ടതിന് ശേഷം അവിടെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു തരും. അപ്പോഴത്തേക്കും മാറ്റങ്ങളുണ്ടാവും. ഞാൻ ചെയ്യുന്നതല്ല, ഫെങ്ഷുയിൽ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ, വാസ്തു എന്ന വാസ്തവം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മാറ്റം വരും. അതിനകത്ത് വേറെ തന്ത്രമോ മന്ത്രമോ പൂജകളോ ഇല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങളോ ഒന്നുമില്ല, സത്യസന്ധമായ കാര്യങ്ങൾ. സാർ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അല്ല സാർ, നമ്മളെ ഈ ഒരു കണ്ടത്തിലുള്ള ഭൂമിയാണ്. ഭൂമിയില് ഞാനും എന്റെ അനുജനും വീട് വെച്ചിരിക്കുകയാണ്. അപ്പം അനുജന്റെ വീടിന്റെ ഈ സെൻസറിന്റെ ഒരു പോർഷൻ എന്റെ വീടിന്റെ മുകളിൽ കയറ്റി നിർത്തിക്കുകയാണ്. അപ്പൊ പോയിസൺ ആരോസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ അല്ലല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ വീടിനകത്ത് ചെയ്യാനുണ്ട്, ചെറിയ ഇതിലൂടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണുന്നതോ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് കഴിഞ്ഞിട്ട് സാറിന് ഫോൺ നമ്പർ സാറിനെ വിളിക്കൂ. ഇത് കഴിഞ്ഞ സാർ നമ്പർ കാണിക്കുന്നുണ്ട്, ആ നമ്പർ സാറിനെ വിളിക്കൂ. ഓക്കെ ഓക്കെ. ഒരു കൊച്ചു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഐശ്വര്യ ഭവനത്തിന് ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഗതകാലം നമ്മുടെ മനസ്സിൽ കോറിയിട്ട് പോയ കുറെ സുവർണ രേഖകൾ. കറുത്ത പെണ്ണെ, നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണെന്റെ വർണ്ണചിത്രം. കാലം പിന്നിടും തോറും ഒളിയേറുന്ന ഗാനങ്ങൾ. അലസമായി ഒഴുകുന്ന തോണി പോലെ നമ്മുടെ മനസ്സും ഒഴുകുന്നു ആ ഗാനങ്ങളെ തേടി. നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും ഗ്രാമഫോൺ ആ ഗാനങ്ങളുമായി സ്വപ്ന തീരത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു തുഴയാകുന്നു. ഗ്രാമഫോൺ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 12:30. ഇൻലാൻഡ് വാട്ടർ വെസൽ നിയമം കർശനമാകുന്നതോടെ ആലപ്പുഴയിലെ കായൽ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം കടുത്ത. മനസ്സിനെ ഈണത്തിന്റെ പട്ടുനൂലിൽ കെട്ടി വാനിലേക്ക് പറന്നുയരുന്ന ഗാനങ്ങളാൽ നിറഞ്ഞിരുന്നു പോയി മറഞ്ഞ കാലം. സഹൃദയ മനസ്സുകളിൽ എന്നെന്നും മങ്ങലേൽക്കാത്ത പച്ചപ്പായി മാറിയ കളർ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആ ഗാനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നമുക്ക് നൽകുന്നത് അവാച്യമായൊരു അനുഭൂതിയാണ്. അപ്പോൾ അവയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്നതോ ആ ഗാനങ്ങളുമായി നിറം. നിറം എല്ലാ വ്യാഴാഴ്ചയും
ഉച്ചയ്ക്ക് 12:30. ഐശ്വര്യഭവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. സാർ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ 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 സാർ, പേര് പറയൂ സാർ. ഞാൻ വിജയനാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ സാർ, സംസാരിച്ചോളൂ. എന്റെ വീട് എന്റെ പഴയ വീടാണ്. അതിന്റെ മുഖഭാഗം വന്നിട്ട് തെക്ക് ഭാഗത്താണ് ഇരിക്കുന്നത്. മുൻവശത്ത് റോഡാണ്, ചെറിയ തടമാണ്. ഇടതുവശത്ത് വലതുവശത്ത് വീടുകൾ പോലുള്ള ചെറിയ ചെറിയ കൈവഴികളുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ എന്ത് വന്നിട്ട് എന്റെ പണ്ട് വെച്ച ഒരു വീട് അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒന്നിനും മുന്നോട്ട് പോകുന്നില്ല. അതിപ്പോ എന്താണെന്ന് വാസ്തുസംബന്ധമായിരുന്നെങ്കിലും അത് വാസ്തുസംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് കാണാതെ പറയാൻ പറ്റില്ല. അത് കണ്ടാലേ അതെന്താണെന്ന് പറയാൻ കഴിയൂ. നേരിട്ട് കാണണം. എവിടെയാണ് വീട്? എവിടെയാണ് വീട്? പേരൂർക്കടയും വഴയിലേക്ക് ഞാൻ ദിവസം വരുന്നതില്ലേ, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. നമ്മളിപ്പോ ഇരിക്കുന്ന ACV അടുത്ത്, വളരെ അടുത്താണ്. നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ വന്ന് നോക്കിയിട്ട് എന്നെ കറക്റ്റ് ചെയ്ത് തരാം. ഓ മതി സാർ, നമ്പർ കാണിക്കുന്നുണ്ടോ അവിടെ? ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ സാർ, ഓക്കെ സാർ. പിന്നെ നേരത്തെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് വായിക്കാം. അതിന്റെ കാര്യം അവർ തീർച്ചയായിട്ടും അവർ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. വാസ്തുശാസ്ത്രപ്രകാരമല്ല വീട് നിർമ്മിച്ചത്. ഇപ്പോൾ ഇടിച്ചു നിരത്തി വാസ്തുദോഷം മാറ്റാനുള്ള സാമ്പത്തികവുമില്ല. ഫെങ്ഷുവിൽ എന്തെങ്കിലും പ്രതിവിധിയോ ഉണ്ടോ? ഇവർ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് അവരുടെ ഉള്ളത്. അതായത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് നല്ല സമ്പത്ത് സമൃദ്ധി ഒക്കെ ഉള്ള സമയം